ചാത്തുണ്ണിപ്പാറ മധ്യ തിരുവിതാംകൂറിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മലനിര പല പല പേരുകൾ മാറിമറിഞ്ഞു വന്ന ശേഷം ഇപ്പോൾ അറിയപ്പെടുന്നത് ചാത്തുണ്ണിപ്പാറ എന്നാണ്. സമീപവാസിയായ ചാത്തുണ്ണി എന്നൊരാളുടെ ഇവിടെ വെച്ചുണ്ടായ മരണത്തിനു ശേഷം ഇവിടെ വരുന്നവർക്കെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് വിശ്വാസം. അതിനു കാരണം ചാത്തുണ്ണിയാണെന്നും അല്ലെന്നും വിശ്വസനീയവും അവിശ്വസനീയവുമായ ഒരുപാട് കഥകൾ. തന്മൂലം പ്രകൃതിരമണീയമായ ഈ സ്ഥലം പലർക്കും എല്ലാത്തരം ഭയങ്ങളുടെയും സ്ഥായീഭാവമാണ്. അതെ, എന്നാ എവിടെ ഇരിക്കുന്നേ? ഓ ചുമ്മാ. ചുമ്മാതാരല്ല ഈ സമയത്ത് ഈ കുന്നുംപുറത്ത് വന്നിരിക്കുവോ? അല്ല, ചേട്ടനെന്താ ഇവിടെ? ഞാൻ ഈ കുന്നിന്റെ മനോഹാരിതയും ഈ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാ. ഓ അത് ചുമ്മാ. ചേട്ടൻ വല്ല വെള്ളമടി സെറ്റപ്പായിട്ട് വന്നതായിരിക്കും. എൻ്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് കുറച്ച് വെള്ളം അടിക്കാൻ വേണ്ടി കുന്നും മലയും കയറി വരേണ്ട കാര്യമുണ്ടോ? പിന്നെ ശരിക്കും ഞാനിവിടെ വരാനുള്ള കാരണം മറ്റൊന്നാണ്. ഒരു പന്തയത്തിന് പുറത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പന്തയോ? എന്നാ പന്തയം? പന്തയത്തിൻ്റെ കഥയൊക്കെ പറയാം. അതിനു മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ചേട്ടൻ എന്താ അങ്ങോട്ടിരിക്കി? ആയിക്കോട്ടെ, ഇവിടെയല്ലേ. അല്ല, എന്നാ പന്തയം? കാര്യമായിട്ട് വലിയ പന്തയമൊന്നുമില്ല. എന്നാലും ഈ മനോഹരമായ കുന്നുംപുറത്തിൻ്റെ ഏകാന്തതയിൽ നിശീതിനിയുടെ നിശബ്ദതയ്ക്കൊപ്പം ഇരിക്കാമോ എന്നൊരു പന്തയം. ഓ പിന്നെ. അല്ല, പറഞ്ഞ പോലെ നിങ്ങളെന്നാ ഇവിടെ? ഞാൻ ഈ കുന്നിൻ്റെ ഓരോ കഥയും കാര്യങ്ങളൊക്കെ കേട്ട് വെറുതെ വന്നതാ. അത് കൊള്ളാം. പറഞ്ഞ പോലെ എന്നാ പരിപാടി? ജേർണലിസ്റ്റാ. ഓ, പഠിക്കുന്നേ ഉള്ളൂ. ഇപ്പം മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾ ജേർണലിസ്റ്റുമാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ കുന്തവും കുടച്ചക്രോ കടി ചാടി ഇറങ്ങിക്കോളും. അതന്നെ ചേട്ടാ, ചേട്ടന് ജേർണലിസ്റ്റുകളോടൊരു പുച്ഛം. പുച്ഛമല്ല സുഹൃത്തെ, ഇതൊരു വസ്തുതയല്ലേ. നിങ്ങൾ സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ നന്നായിട്ട് അങ്ങ് വളച്ചൊടിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ നിങ്ങളൊക്കെ പടച്ചുവിടുന്ന ഈ പത്രങ്ങളുടെ ഈ നാട്ടിലെ മൊത്തവിതരണക്കാരനാണ് ഞാൻ. ആഹാ, അപ്പോൾ ചേട്ടൻ ഇവിടുത്തുകാരനാണല്ലേ? അപ്പോൾ ചേട്ടൻ എന്നെ തീർച്ചയായിട്ടും സഹായിക്കാൻ കഴിയും. സഹായോ? എന്ത് സഹായം ഉദ്ദേശിക്കുന്നേ? ചേട്ടൻ ഈ പാറയും അതിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയൊക്കെ ശരിക്കും അറിയാമായിരിക്കുമല്ലോ, അതൊന്ന് പറയാമോ? അത് പറയാം. അതിനു മുമ്പ് നിങ്ങൾ എന്ത് കേട്ട് ഇവിടെ വന്നത്? അല്ല, ഈ പാറയെപ്പറ്റി കുറേ കഥകളുണ്ടെന്നും ചാത്തുണ്ണി എന്നൊരാൾ പണ്ടിവിടെ ആത്മഹത്യ ചെയ്തെന്നും പിന്നെ ഇവിടെ വന്നവരെല്ലാം ഓരോ അപകടം പറ്റി മരിച്ചെന്നും ഒക്കെ, അങ്ങനെ കുറേ കഥകൾ. ഇതൊക്കെ തന്നെ ഈ നാട്ടുകാരും പറയുന്നു. ചേട്ടാ, സന്ധ്യയായി തുടങ്ങി. സന്ധ്യ പലതരത്തിലുള്ള വന്യമൃഗങ്ങളും ഭൂതപ്രേത വിശാശക്കളുമൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന സമയം. ചേട്ടാ, ഇതെൻ്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോലടാ പോയി. ഞാനടുത്ത് പോലെ പ്രേതമായിരിക്കും. ആളൊരു ഫോട്ടോഗ്രാഫറാ. ഈ സ്ഥലമൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാൻ പോയതാ. ഫോട്ടോഗ്രാഫറാ അല്ലേ? എങ്ങനെയാ, ഞങ്ങളുടെ നാടകം ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല കീടു ലൊക്കേഷൻ. എടാ ശങ്കറെ, ചേട്ടൻ ഇവിടുത്തുകാരനാ, ഇവിടുത്തെ പത്രവേദൻ്റെ. അല്ലേലും എൻ്റെ നാടിനെ കുറിച്ച് പറയുമ്പം എനിക്ക് 100 നാവാ. ദേ കണ്ടില്ലേ, വയലാറ് പാടിയ പോലെ മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ്റെ താഴ്വരകളും മൊട്ടക്കുന്നുകളും. എത്ര മനോഹരമല്ലേ എൻ്റെ നാട്. ആഹാ, ചേട്ടനൊരു കവിയുടെ പരിവേഷം വന്നിരിക്കുന്നു. അഭിവന്ദ്യ കവിക്ക് എൻ്റെ വന്ദനം. കഴിക്കില്ലേ? മദ്യമെന്ന വാക്ക് അതെൻ്റെ നിഘണ്ടുവിലില്ല. എന്നാൽ എൻ്റെ നിഘണ്ടുവിൽ അതേ ഉള്ളൂ. യുവമദ്യവനായ എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം.
ബി എ ഹോളി ഡ്രിങ്കർ, മൈ അഡോറബിൾ ലിയോ. അരെ വാ, ചേട്ടൻ നമ്മൾ വിചാരിച്ച പോലല്ലേ കേട്ടോ, ആള് പുലിയാ. ആറ്റിങ്കരെ നിന്ന് കുറവൻ പുല്ലങ്കുഴലൂതി, ആറ്റിങ്കരെ നിന്ന് കുറവൻ പുല്ലങ്കുഴലൂതി, ആറ്റുവക്കത്തിരുന്ന് കുറത്തി വെള്ളത്തിൽ താളമിട്ടു, കുറത്തി വെള്ളത്തിൽ താളമിട്ടു. ഓടക്കുഴലൂതി കുറവൻ കാക്കക്കണ്ണാൽ നോക്കി, ഓടക്കുഴലൂതി കുറവൻ കാക്കക്കണ്ണാൽ നോക്കി. കുപ്പായ കുത്തഴിച്ച് കുറത്തീതാനനനനനന, കുപ്പായ കുത്തഴിച്ച് കുറത്തീതാനനനനന. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളെ. കുന്നത്തൊരു കാവുണ്ടോ, കാവിനടുത്തൊരു മരമുണ്ടോ, മരത്തിൽ നിറയെ പൂവുണ്ടോ, പൂ പറിക്കാൻ പോരാം ഞാൻ അച്ഛൻ കാവല് പോയാല്. ആര്യൻ നെല്ല് വിളഞ്ഞാലി അച്ഛൻ കാവല് പോയാലി, ആര്യൻ നെല്ല് വിളഞ്ഞാലി അച്ഛൻ കാവല് പോയാലി. ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. ആര്യൻ നെല്ല് വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല്, ആര്യൻ നെല്ല് വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല്. ആടിപ്പാടാൻ പോരാം ഞാൻ അമ്മ വിരുന്നിന് പോയാല്, അമ്മ വിരുന്നിന് പോയാല്. അക്കരെ നാത്തൂൻ വന്നാലേ അമ്മ വിരുന്നും പോയാലേ, അക്കരെ നാത്തൂൻ വന്നാലേ അമ്മ വിരുന്നും പോയാലേ. ഞാനേ ഒന്ന് പോയി കാര്യം സാധിച്ചു. എടാ ശങ്കറെ, ഓ അടിച്ച് കോണും തെറ്റി, ഒന്ന് എണീക്കടാ. അയ്യോ എടാ ശങ്കറെ, എടാ എണീക്ക്, എടാ എണീക്ക്. ഇത് വീടി എന്തോ മറ്റേ ആളെന്ത് അതൊക്കെ പറയാ, നീ വാ എങ്ങോട്ട്. എടാ വാ. എന്ത് എണീക്ക് വാ. അയ്യോ ആരാ ആരാ ആരാ. മാറ്റി മാറ്റി എണ്ണിക്കടാ ടാ മാറ്റി. എടാ എണ്ണിക്കടാ ടാ, എടാ എണ്ണിക്കടാ ടാ മാറ്റി ടാ 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 മാറ്റി മാറ്റി. ഇന്നലെ എന്നെ അവിടെ സംഭവിച്ചെന്ന് പറ. എടാ ഇന്നലെ എന്നെ അവിടെ സംഭവിച്ചേ എടാ പറയടാ ടാ മാറ്റി. ഇന്നലെ എന്നെ അവിടെ സംഭവിച്ചേ പറയടാ ടാ.
അല്ല പറഞ്ഞതല്ലേ. നീങ്ങി വന്നേ, നമുക്ക് പോവാം. വാ വാ, വരാൻ വാ, വരാൻ വാ വാ. ഡാ ഇതിട്. സിറ്റുവേഷൻ എന്താ അറിയാം, നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. നീ ടെൻഷൻ അടിക്കാതെ, നമുക്കേലും കടയിൽ കയറി അന്വേഷിക്കാം. ആ എന്നാ വേണ്ടിയേ? ആ ചേട്ടാ, മാറ്റി ചായ. ആ 2 ചായ. ആ കടി വേണ്ട. 2 ചായ. ചേട്ടാ ഈ ചാത്തുണ്ണിപ്പാറ. ചാത്തുണ്ണിപ്പാറ ദേ ഇവിടുന്ന് മേളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാത്തുണ്ണിപ്പാറയായി. അല്ല ടി വിക്കാരാ അല്ലയോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഈയിടെയായിട്ട് സിനിമക്കാരും സീരിയലുകാരും കഴിഞ്ഞ ദിവസം വരെ ഇവിടെ വെച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഷൂട്ടിങ് ആരോ? ഇവിടെ വെച്ചും കുറേയൊക്കെ ഷൂട്ട് ചെയ്തു. നിങ്ങൾ പിന്നെ? ഞങ്ങള് പത്രത്തിൽ നേട്ടാ. പത്രത്തിൽ നിന്ന് ഇനി ആരൊക്കെ വരാനിരിക്കുന്നു? ചാത്തുണ്ണി കാരണം ഞങ്ങളുടെ നാടിനും ഒരു പേരും പ്രശസ്തിയും ഒക്കെ ആയി. ഇവിടെ ഇപ്പോൾ സീരിയലുകാരും സിനിമക്കാരും ഇനിയിപ്പോൾ ആരൊക്കെയാ വരുന്നതെന്ന് അറിയത്തില്ല. അല്ലേ ചേട്ടാ? ഒരുപാട് പേരിപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സീരിയലും സിനിമയും ടി വിയും ഇനി എന്തൊക്കെയാ. അല്ല ചേട്ടാ, ആരാ ഈ ചാത്തുണ്ണി? ചാത്തുണ്ണി നമ്മുടെ കുന്നംപറമ്പിൽ ഇട്ടിച്ചൻ്റെ മോൻ ജേക്കബ്, നമ്മുടെ പത്രക്കാരനല്ലായിരുന്നോ? ഹാ, അല്ല, ചാത്തുണ്ണിയുടെ ഒരു ഫോട്ടോ കാണണമല്ലോ. ചേട്ടാ ആ ഫോട്ടോ ഇങ്ങെടുത്തേ. ചാത്തുണ്ണിയുടെ പഴയ കോളേജ് ഫോട്ടോയാ. ആ ഷൂട്ടിങ്ങുകാർ കഴിഞ്ഞ ദിവസം ഇവിടെ തൂക്കിയിട്ട് വീഡിയോ എടുത്തതാ. ദേ ഈ വലത്തുനിന്ന് രണ്ടാമതിരിക്കുന്ന ആളാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന ചാത്തുണ്ണി. ഇന്നലെ വരെ പറഞ്ഞും കേട്ടും അറിഞ്ഞിരുന്ന ഭൂതപ്രേത പിശാചുക്കളുടെ കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ചാത്തുണ്ണിപ്പാറയിൽ നിന്നും ഇവർക്ക് ലഭിച്ചത്. ഒരു നേരിയ ഭയത്തോടെ ചാത്തുണ്ണിപ്പാറയിലെത്തിയ ഇവർക്ക് സുന്ദരമായ കുറേ നിമിഷങ്ങൾ പങ്കുവച്ച് എങ്ങോ മറിഞ്ഞ ചാത്തുണ്ണി.